ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, സ്കൂളുകൾ തുടങ്ങി, നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യും. ഓക്കെ, പാസ്റ്റിനെ പറ്റി നമുക്ക് കുറേ ആലോചിച്ച് സങ്കടം ആവേണ്ട, ഹാപ്പി ആവേണ്ട, നമുക്ക് ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, റിസൾട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഓക്കെ, കുറേ സബ്ജക്ട്സിൽ കുറേ പേപ്പേഴ്സ് വളരെ ടഫായിട്ട് വന്നിട്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തതിനെ കൂടുതൽ. പക്ഷെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഫൈനൽ എക്സാം നമുക്ക് മാറ്റർ ചെയ്യുന്ന എക്സാമിനുള്ള പ്ലാനാണ് ഞാനിവിടെ പറയാവുന്നത്. അത് നമ്മൾ തകർക്കും, അത് തകർക്കാനുള്ള സമയമുണ്ട്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മൊത്തം പറഞ്ഞുതരാം. വെൽക്കം ടു യുവർ 50-day സ്റ്റഡി ചാലഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കണം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ റെഡി എന്ന് കമൻറ്റ് ചെയ്യണം. അതിനുള്ള എല്ലാ പ്ലാനും നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്യണമെന്നും, വീക്ക് ഡേ സ്കൂളുള്ള ദിവസം എന്ത് ചെയ്യണമെന്നും, സ്കൂളില്ലാത്ത ദിവസം എന്ത് ചെയ്യണമെന്നും, 50 ദിവസം നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നൊക്കെ എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ റെഡി ആയിട്ട് ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് A+ അല്ല ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു, ഞാൻ ചെക്ക് ചെയ്യാം, ഞാൻ ചെല്ലുന്ന റിപ്ലൈ തരാം. ഓക്കെ, നിങ്ങൾ ജാനുവരിയിലാണ് ഇപ്പം. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഇല്ല, അവിടെ ജാനുവരി പെട്ടെന്ന് പോവും. ഓക്കെ, ചിലവർക്ക് കലോത്സവവും കുറേ ക്യാമ്പും അങ്ങനെ കുറേ പരിപാടികളുണ്ടാവും. ഓക്കെ, മിസ്ലേനിയസ് ആയ കല്യാണം ഉണ്ടാവും, പനി ഉണ്ടാവും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി നിങ്ങൾ 10, 11, 12 ഒക്കെ ആയിരുന്നു, അപ്പം തന്നെ മോഡൽ എക്സാം തുടങ്ങിയത്. അതിൻ്റെ പ്രശ്നം +1 +2 നിങ്ങൾക്ക് പ്രാക്ടിക്കലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. +2 +1 ഇല്ല, പക്ഷെ അങ്ങനെ കുറേ സമയങ്ങൾ പോകും. SSLC IT പോകും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണ്, നിങ്ങൾക്ക് ബേസിക്കലി ഒരു 50 ദിവസം കഷ്ടിച്ചൊരു 50 ദിവസം ഉള്ളൂ അല്ലേ. 60 ദിവസം നിങ്ങൾ എണ്ണീട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ഈ 50 ദിവസം എങ്ങനെ ചെയ്യാന്നുള്ള കറക്റ്റ് സ്റ്റഡി പ്ലാനാണ് പറയുന്നത്. നമ്മുടെ മാർച്ച് എക്സാമിലേക്കുള്ള ഫുൾ പ്ലാനാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ, നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഒട്ടും ലേറ്റ് അല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്രിസ്മസ് എക്സാമിന്റെ റിയാലിറ്റി പറഞ്ഞുതരാം. ഓക്കെ, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ മാർക്ക് കണ്ടിട്ടുണ്ട്. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് അറിയായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് കാര്യം, നിങ്ങൾ വിചാരിച്ച മാർക്കൊന്നും അല്ലായിരിക്കും കിട്ടിയത് അല്ലേ. മാർക്സ് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കിട്ടിയത്. ആക്ച്വലി പേപ്പർ കിട്ടുമ്പോഴേ നിങ്ങൾ വിചാരിച്ച പോലത്തെ പേപ്പർ അല്ല. നിങ്ങളിപ്പോൾ 70 പ്രതീക്ഷിച്ച ആളാണെങ്കിൽ 90 പ്രതീക്ഷിച്ച ആളാണെങ്കിൽ 70 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ പാസ് വരെ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, കുറേ സിലബസ് ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ എക്സാമിൻ്റെ ഏകദേശം 80% സിലബസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 80% തീർന്നിട്ട് തന്നെ ഉണ്ടാവില്ല. ക്രിസ്മസ് എക്സാം തലേന്ന് ലൈവ് എടുക്കുമ്പോൾ നമുക്കറിയാം, കുട്ടികൾ പറയുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഇനി ചോദ്യം എന്താണ്, നിങ്ങൾ ഈ പ്രാവശ്യത്തെ എക്സാമിനുള്ളത് ക്രിസ്മസ് എക്സാം സിലബസ് പഠിച്ച് പാസ്സായതോ അല്ല പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതി പോയതാണോ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തട്ടിമുട്ടൽസ് സർവൈവ് ചെയ്താണോ? ക്രിസ്മസ് എക്സാമിന് 80% സിലബസ് നിങ്ങൾ ശരിക്കും ഫുള്ളി കംപ്ലീറ്റ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് തട്ടിമുട്ടി പോയതെന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇതൊക്കെ എന്തിനാണ് ചോദിക്കേണ്ട കാര്യം, നമുക്ക് മാർച്ച് എക്സാമിന് നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് ബാക്ക്ലോഗ് ആയിട്ട് വെക്കാൻ പറ്റൂല. മാർച്ച് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ള് പഠിക്കാനുണ്ട്. നമുക്ക് ഇനിയും ഒരു 20-30% ഉണ്ട് അല്ലേ. മാത്സിലേക്കൊക്കെ ആണെങ്കിൽ 2-3 ചാപ്റ്റർ ഉണ്ടാവും, ഫിസിക്സ് കെമിസ്ട്രി സയൻസ് അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ പുതിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഈ കഴിഞ്ഞിരിക്കുന്ന 80% ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിരിക്കുന്ന 80 ചാപ്റ്റേഴ്സ് 80% നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ എക്സാം അത്യാവശ്യം നല്ല വെരി ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾ തട്ടിമുട്ടി സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും ഫോക്കസ് ചെയ്യണം, ആ കാര്യം മറക്കരുത്. ഓക്കെ, പുതിയ ചാപ്റ്റേഴ്സ് വരും, പക്ഷെ പഴയതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം മറക്കരുത്. ഓക്കെ, ഇനി ഈ പ്രാവശ്യത്തെ എക്സാം എല്ലാ ക്ലാസ്സുകളിൽ നോക്കിയാലും പണ്ടത്തെ പോലെയല്ല. പണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് PYQs പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 90% ഉറപ്പായിരുന്നു മക്കളെ. നിങ്ങൾ PYQs ടെക്സ്റ്റ് ബുക്കും പഠിച്ച കുട്ടിക്ക് ഈസിലി 90% കിട്ടിയിരുന്നു. പക്ഷെ ഇനി മാറി. ഇനി എന്താണ്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് മെയിൻ. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പേപ്പർ ആൻസർ കീ ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് അറിയാം, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതേപടി എടുക്കുന്ന ക്വസ്റ്റ്യൻ കുറവാണ്. PYQ മാത്രം പഠിച്ച കുട്ടിക്ക് എത്രയാ? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാസ് മാർക്ക് 30% കിട്ടിയിരിക്കും. ബാക്കി 70 എവിടെയാ? ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റിൽ നിന്ന് തിരിച്ചും മറച്ചും ട്രിക്കി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. കേരള സിലബസ് എന്താണ്, മെമ്മറൈസേഷൻ ടെക്നീക്ക് മാറ്റിയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആക്കുകയാണ്. അപ്പം നമുക്ക് ലോജിക്ക് വെച്ചിട്ട് പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഇതാ ബേർ മിനിമം പഠിച്ച് പോകാമെന്ന് വിചാരിച്ച് പോരുത്. പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചാൽ മതി, അത് പഠിച്ചാൽ മതി എന്നാണ് പരിപാടി നിന്നു. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഈ പ്രാവശ്യത്തെ മാർക്കിന്? പേരൻസിനെ വീഡിയോ കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാവട്ടെ, ഈ പ്രാവശ്യത്തെ എക്സാം സാധാരണ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, പക്ഷെ ഇനി നമുക്ക് തിരുത്താനുള്ള സംഭവമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫൈനൽ എക്സാമിനും ഈ സംഭവം കൂടി, നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിച്ചു പോയാലേ ശരിയാവുള്ളൂ. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ റിവിഷൻ ബാച്ചിന് അഡ്മിഷൻസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ക്രിസ്മസ് സമയത്ത്. ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ മക്കളെ, SSLCയിലും +1-ലും +2-ലും ഓരോ സബ്ജക്റ്റിലും 7, 8, 10 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനിയും ലേറ്റ് അല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഇനി 2-3 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ റിവിഷൻ ബാച്ചിലേക്ക് ലേറ്റ് ആവും, ബിക്കോസ് യു വോണ്ട് ഹാവ് ടൈം. ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഇപ്പോഴും പഠിച്ചെടുക്കാൻ സമയമുണ്ട്, ക്ലാസ്സസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്ത് വേണ്ട അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം എന്താണ്, നിങ്ങൾ ഇപ്പോഴും നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സസ് മിസ്സായിട്ടില്ല. ഓക്കെ, ലൈവ് ക്ലാസ്സസ് നമ്മൾ അടുത്ത ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിൽ ലൈവ് ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, വേഗം ജോയിൻ ചെയ്ത് താഴെ ഡീറ്റെയിൽസ് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ആഴ്ച മുതൽ ലൈവ് ക്ലാസ്സും കൂടി മിസ് ചെയ്യാതെ പഠിക്കുക. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാനും പറ്റും. ഓക്കെ, ആ കാര്യം മറക്കണ്ട. ഇനി കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമുക്ക് 50 ഡേയ്സ് സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഓക്കെ, പാരലൽ ട്രാക്ക് മെത്തേഡാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് 80% പണ്ടത്തെ സിലബസ് ഉണ്ട്. ഇനി പഠിക്കാൻ പോകുന്നൊരു 20-30% പുതിയ ചാപ്റ്റേഴ്സ് സ്കൂളിൽ എടുക്കുന്നുണ്ട്. അത് പഠിക്കണം. അത് നിങ്ങൾക്ക് ഒട്ടും ഐഡിയ ഉണ്ടാവില്ല. നമ്മുടെ പണ്ടത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന് കണ്ടു എന്നുള്ളൊരു ഗുണമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വീക്ക് ഡേ നമ്മുടെ സ്കൂളുള്ള മൺഡേ ടു ഫ്രൈഡേ, വീക്കെൻഡ് സാറ്റർഡേ സൺഡേ 2 പ്ലാനാണ് ചെയ്യാൻ പോകുന്നത്, പാരലായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഉള്ള സബ്ജക്ട്സ് ആണ് നിങ്ങൾ വീക്ക് ഡേയ്സിൽ പഠിക്കുന്നത്. സ്കൂളുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന പുതിയ ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാച്ചിലുള്ളവർ ബാച്ചിലെ ആ പുതിയ ലൈവിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, 80% എനർജി എന്നാണ് ന്യൂ ചാപ്റ്റേഴ്സ് ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, പുതിയ ബാക്ക്ലോഗ് ഉണ്ടായി. ഇപ്പോൾ ഉള്ള ചാപ്റ്റർ പഠിക്കാതെ ഞാൻ പണ്ടത്തെ ചാപ്റ്റർ ഇപ്പോൾ പഠിച്ചാൽ വേണ്ട. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചാപ്റ്റർ സ്മാർട്ടായി അന്നന്ന് പഠിച്ച് വേഗം തീർക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുക. അതുപോരാതെ 1 മണിക്കൂർ ഡെയിലി 1 മണിക്കൂർ പഴയ ടോപ്പിക്സ്, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ടഫായ ടോപ്പിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് 1 മണിക്കൂർ മാത്രം ഡെയിലി ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള വൈകുന്നേര സമയം രാവിലെ സമയം നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഇപ്പോഴത്തെ ചാപ്റ്റർ സ്കൂളിൽ ഇന്ന് പഠിപ്പിച്ചത് ഈ ആഴ്ച പഠിപ്പിച്ചതൊക്കെ പഠിച്ചു തീർക്കാം മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യണം, നിങ്ങൾ കം ബാക്ക്. നിങ്ങൾ പഴയ വിട്ടുപോയ സിലബസ്, ക്രിസ്മസ് എക്സാമിന് പഠിക്കാത്ത സിലബസ്, ബാക്കി വെച്ച സിലബസ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അത് വീക്കെൻഡ്സിൽ ഫുള്ളി അത് എങ്ങനെയാണ് ഒരു ദിവസം ഇതിനു വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒരു ടൈം ടേബിൾ എങ്ങനെയാണ്. നിങ്ങളുടെ സാമ്പിൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതിനെക്കാട് നേരത്തെ എണീക്കും, ഇതിനെക്കാട് നേരത്തേക്ക്, ഇതിനെക്കാട് ലേറ്റ് ആണ്, ഇതിനെക്കാട് ഒരു സാമ്പിൾ ടൈം ടേബിളോട് കാണിച്ചു തരാം. രാവിലെ ഒരു 1.5 മണിക്കൂർ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് 8 മണിക്ക് 7 മണിക്ക് സ്കൂൾ തുടങ്ങും, 7:30 സ്കൂൾ തുടങ്ങുന്ന ആളാണെങ്കിൽ 6:30 നിർത്തേണ്ടി വരും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താം. 1.5 മണിക്കൂർ രാവിലെ എന്താണ് ഏർലി മോർണിംഗ് സ്റ്റഡി സെഷൻ. എന്താണ് ഏറ്റവും ഹാർഡസ്റ്റ് സബ്ജക്ട്സ് മക്കളെ, രാവിലെ സോഷ്യൽ പഠിക്കരുത്. രാവിലെ സയൻസും വേണം ഒഴിവാക്കാം. സയൻസ് അല്ലെ നിങ്ങൾ ബയോളജി ഒക്കെ ഒഴിവാക്കാം. വായിച്ച് പഠിക്കുന്ന സബ്ജക്ട്സ് രാവിലെ വേണ്ട. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ചെറിയ സയന്റിഫിക് ബാക്കിംഗ് ഉണ്ട്. മാത്സ് നിങ്ങൾ ആക്റ്റീവ്ലി ഇരുത്തി പഠിപ്പിക്കുന്നത്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ രാവിലെ ഇരുന്ന് പഠിക്കുക. കാരണം എന്താ, നിങ്ങൾ അത് ബോധമില്ലാതെ ചെയ്യാൻ പറ്റില്ല. മാത്സിന് ഒരു ബോധവും എനർജി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ നിങ്ങൾ ബോധമില്ലാതെ നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷൊക്കെ വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും. നിങ്ങൾ ആക്റ്റീവ്ലി പഠിക്കില്ല. അപ്പോൾ ടഫായ സബ്ജക്ട്സ് രാവിലെ പഠിക്കുക. അപ്പോഴാണ് നിങ്ങളൊന്ന് എണീക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ 7 മണി to 4:30 വരെ സ്കൂളും അതിൻ്റെ പരിപാടികളും അങ്ങനത്തെ കാര്യം ക്ലാസ് ഒക്കെ പഠിക്കുക. അപ്പം ക്ലാസ്സിലെ സമയം വേസ്റ്റ് ചെയ്യാതെ അതും പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോഴും നിങ്ങൾ പഠിത്തം എക്സ്ട്രാ എഫിഷ്യൻ്റ് ആവുക. ഇനി വന്നിട്ട് നിങ്ങൾ ചായ കുടിക്കുന്നു, റിലാക്സ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ 5:30 to 7:30 നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിൽ അന്നന്ന് പഠിക്കുന്ന സംഭവങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ലൈവ് കാണുക, അതുണ്ടെങ്കിൽ അത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലെ നോട്ട്സും ഹോംവർക്കും ക്ലാസ്സുകൾ വെച്ചിട്ട് അത് പഠിച്ചു തീർക്കുക. ഇപ്പോഴത്തെ ഓക്കെ, ഇപ്പം നോ ഹെവി മെൻ്റൽ വർക്ക്. അപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യുക. സമയമുണ്ട്, ഇവിടെ കുറേ റിലാക്സ് സമയമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിന്നർ ബ്രേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് കാണുക. എന്നിട്ട് രാത്രി 1 മണിക്കൂർ, രാത്രി 8:30 to 9:00 1 മണിക്കൂർ മതി. 1 മണിക്കൂർ നിങ്ങൾ ഗോൾഡൻ അവർ. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, 1 ഓൾഡ് ചാപ്റ്റർ ഫ്രം ക്രിസ്മസ് സിലബസ്. ഞാൻ പറഞ്ഞേ മൺഡേ ടു സാറ്റർഡേ എന്താ ചെയ്യുന്നത്, മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ 1 ചാപ്റ്റർ അല്ലെ 1 മണിക്കൂർ എല്ലാ ദിവസവും പഴയ സിലബസ്. ബാക്കിയുള്ള എപ്പോഴേക്കും നിങ്ങൾ പഠിക്കുന്നത്, രാവിലെ പഠിക്കുന്നു, രാവിലെ 1.5 മണിക്കൂർ. ഓക്കെ, വൈകുന്നേരം 2 മണിക്കൂർ. അപ്പം തന്നെ എത്ര 3.5 മണിക്കൂറായി. കൂട്ടാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ്. പിന്നെ 1 മണിക്കൂർ ഓൾഡ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇതാണ് ഒരു ഐഡിയൽ പ്ലാൻ. സാറേ ഇത് കുറേ കൂടുതലാണ്, ഇത്രയും പറ്റൂല. ഇനി പറ്റണം, ഇനി പറ്റിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, ഇനിയെങ്കിലും ട്രൈ ചെയ്ത് തുടങ്ങുക. ഇതൊരു നല്ലൊരു പ്ലാനാണ്. ഇതെങ്കിലും നിങ്ങൾ ചെയ്യുക, അതാണ് അടിപൊളി പ്ലാൻ. ഇനി വീക്കെൻഡിൽ എന്താ ചെയ്യേണ്ടത്, വീക്കെൻഡ് വളരെ സിമ്പിളാണ്. സാറ്റർഡേ സൺഡേ മാക്സിമം പഠിക്കുക. എനിക്കറിയാം ചിലവർക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും, ചിലവർക്ക് സാറ്റർഡേ അതുണ്ടാവും, സൺഡേ ഇതുണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം അതല്ലാതെ ബാക്കി എല്ലാ സമയം പഠിത്തത്തിന് വെക്കുക. ഓക്കെ, മോർണിംഗ് ഒരു 3 hour പഠിക്കുക. വീണ്ടും ഹെവി സബ്ജക്ട്സ് മാത്സ്, ഫിസിക്സ്. ഓക്കെ, പിന്നെ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഹെവി സബ്ജക്ട്സ്. സെക്കൻഡ് എന്താണ് കെമിസ്ട്രി, ബയോളജി അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെന്താണ് ഈവനിങ് 2 മണിക്കൂർ എന്താണ് പ്രാക്ടീസ് ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾക്ക് ലാംഗ്വേജ് സോഷ്യലൊക്കെ എത്ര വേണം നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ബേസിക്കലി ഒരു 7 to 8 hours പെർ ഡേ നിങ്ങൾ പഠിക്കുക.
ഓക്കെ, നിങ്ങൾക്ക് പ്രെയർ ഉണ്ടാവും, ഡിന്നർ ഉണ്ടാവും, കുളിക്കാനുണ്ടാവും, കളിക്കാനുണ്ടാവും, എന്ത് വേണം ആയിക്കോട്ടെ. 7 to 8 hours വീക്കെൻഡ്സിൽ പഠിക്കാൻ നോക്കുക. ഇത് പഴയ സിലബസ് കംപ്ലീറ്റ്ലി തീർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ 50 days ചെയ്താൽ, 50 days എന്ന് പറയുമ്പോൾ കുറേ ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 7 weeks ഉള്ളൂ. 7 weeks, ഓരോ വീക്കിൽ എത്ര 5 ദിവസമുണ്ട്, 35 days നിങ്ങൾക്ക് സ്കൂളിലെ ദിവസങ്ങളുണ്ട്, സ്കൂളുള്ള ദിവസമുണ്ട്. 14 days നിങ്ങൾക്ക് വീക്കെൻഡ്സ് ഉണ്ട്. ഓക്കെ, 14 ദിവസം നിങ്ങൾ പഴയ സിലബസ് പഠിക്കുന്നു, 35 ദിവസം നിങ്ങൾ നടക്കുന്ന സിലബസ് പഠിക്കുന്നു. എന്നാലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഇത് ചെയ്താൽ 50 days, ഈ 50 days ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ സമയത്തുള്ള റിവിഷൻ നമ്മൾ പഠിപ്പിക്കുന്നതനുസരിച്ച് പഠിച്ചാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ പ്ലാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ 3 ഒരു ടിപ്സ് വരെ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് കാര്യം നമുക്ക് മനസ്സിലായി, ടെക്സ്റ്റ് ബുക്ക് ഇസ് ഗോഡ്. നിങ്ങൾ ഗോഡ് എന്ന് വിചാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കേണ്ടത്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ടോപ്പിക്സ് തിരിച്ച് മറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിനറുടെ ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ റിവിഷൻ ക്ലാസ് കാണുന്നതായിക്കോട്ടെ, നിങ്ങൾക്കറിയാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം മുകളിൽ എക്സ്ട്രാ ഇമ്പോർട്ടൻസോടെ എടുക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ട്രിക്കിയും തിരിച്ചും മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ലൈൻ ബൈ ലൈൻ പഠിച്ച് തന്നെ പോകണം. അതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ പാറ്റേൺസും ഈ വർഷങ്ങളിലെ പാറ്റേൺസും നോക്കണം. ഓക്കെ, പിന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നിങ്ങൾ വെറുതെ വായിക്കുകയല്ല, നിങ്ങൾ എന്താ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കുക, അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ഇംഗ്ലീഷിലേക്ക് റീഡ് ദ പാസേജ് ഉണ്ടാവില്ല, ഒരു പാസേജ് റീഡിങ് കോംപ്രിഹെൻഷൻ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ അത് പോയി ആൻസർ കണ്ടുപിടിക്കുക. അതേപോലെ ടെക്നിക്ക് ഉപയോഗിക്കുക. പക്ഷേ നിങ്ങൾക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട, റിവിഷൻ ബാച്ചിലുള്ളവർക്കൊക്കെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, മൂന്നാമത്തെയാണ് നമ്മുടെ ഫൈൻമെന്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, ടീച്ചർ ടെസ്റ്റ്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ്, ഫോർ എക്സാമ്പിൾ LCM എന്താ, 2 നമ്പർ ഉണ്ട്, അതിൻ്റെ LCM എന്താ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നിങ്ങളുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടെന്ന് വിചാരിച്ചാൽ അവരോട് പറയുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്ത് നോക്കുക. 2 നമ്പർ ഉണ്ട്, ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയാണ് എന്താണ് ഫിസിക്സിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്താ, റിഫ്രാക്ഷൻ എന്താ, നിങ്ങളൊന്ന് ആരോഗ്യം പറയുന്ന പോലെ പറഞ്ഞു നോക്കും. പറയുന്നതിനിടയ്ക്ക് പകുതി വെച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയില്ല, അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമുണ്ട്. പറയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കോൺസെപ്റ്റ് റെഡി. അത് മലയാളത്തിലേക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, ഇംഗ്ലീഷിലേക്കും പോയിന്റ്സ് ആക്കുന്നത് പിന്നാക്കും. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ സ്വന്തം പഠിപ്പിക്കുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കും, മിററിൽ നോക്കിയിട്ട് ആരെങ്കിലും പഠിപ്പിക്കുന്ന പോലെ. ഓക്കെ, ഫൈൻമെന്റ് ടെക്നിക്ക് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ യുവർ 50 days ക്യാൻ ചേഞ്ച് എവറിത്തിങ്. നമ്മളൊരു അടിപൊളി സൺറൈസ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പറ്റോടെ നിങ്ങളെ കൊണ്ട് 50 days നിങ്ങളുടെ ഹിസ്റ്ററി മാറ്റാൻ പറ്റും. പാസ്റ്റ് മാറ്റിയിട്ട് ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ പറ്റും. ഫുൾ A+ നമുക്ക് ഈസിലി പറ്റും. റെഡി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, നിങ്ങൾ റെഡി അല്ലെങ്കിൽ 50 days സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. 50 ദിവസം ഞാനും ഉണ്ടാവും ഈ ജേർണിയിൽ. ഈ ചാനൽ എക്സാമിനർ മൊത്തം ഉണ്ടാവും. പക്ഷെ 50 ദിവസം കഴിയുമ്പോൾ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കൊരു മാറ്റം വരുത്താം. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുക. ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഫുൾ 50 day പ്ലാൻ തന്നിട്ടുണ്ട്. വീക്ക് ഡേയ്സ് പഴയ സിലബസ്, വീക്കെൻഡ്സ് പുതിയ സിലബസ്, തിരിച്ച് വീക്ക് ഡേയ്സ് ഇപ്പോഴത്തെ സിലബസ്, വീക്കെൻഡ്സ് പഴയ ക്രിസ്മസ് എക്സാം സിലബസ് തീർക്കുന്നു. 50 days നമ്മൾ തകർക്കുന്നു. പിന്നെ റിവിഷൻ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ എക്സാമിനറുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷത്തെ ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ റിവിഷൻ ബാച്ച് നമുക്ക് ഫ്രീ ആയിട്ട് താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. കമന്റ് ചെയ്യാൻ മറക്കണ്ട, സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന്.